വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കും. മതി. കൊലോസ്യ ലേഖനത്തിൽ നിന്നാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയിലും സംസാരിക്കാനിടയാണ്. പൗലോസിന്റെ 4 കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒന്നാണ് കൊലോസ്യ ലേഖനം. എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലേമോൻ, ഈ 4 ലേഖനങ്ങൾ താൻ കാരാഗ്രഹത്തിൽ ബന്ധസ്ഥനായിരിക്കുമ്പോൾ എഴുതിയെന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. എഫേസ്യ വെളിപ്പാട് പുസ്തകത്തിലുള്ള 7 സഭകളും ഇപ്പോഴത്തെ ആധുനിക തുർക്കിയിൽ പെടുന്ന പ്രദേശങ്ങളായിരുന്നു. നമുക്കറിയാം, നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ അതൊക്കെ വിശദമായി പഠിച്ചിരുന്നു. അതിലൊരു സഭയാണ് കൊലോസ്യ സഭ. പൗലോസ് സ്ഥാപിച്ച സഭയല്ല. പൗലോസ് എന്നാൽ അവിടെയുള്ള വിശ്വാസികളെ പറ്റി കേൾക്കുകയും അവരെ പറ്റി അറിയുകയും ചെയ്തപ്പോൾ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും, എന്നാൽ ഗുരുതരമായ ഉപദേശ പിശകുകൾ, ദുരുപദേശങ്ങൾ ആ സഭയ്ക്കുള്ളിൽ കടന്നു വന്നപ്പോൾ താൻ ആത്മനിയോഗിതനായി, പരിശുദ്ധാത്മ പ്രേരിതനായി ആ സഭയ്ക്ക് എഴുതിയ ലേഖനങ്ങളാണ് കൊലോസ്യ ലേഖനം. മനുഷ്യൻ സ്വയമായി ആവിഷ്കരിച്ചെടുത്ത പദ്ധതികളും അല്ലെങ്കിൽ അവരുടെ സ്വന്തം ആശയങ്ങൾ കൊണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഒരുപാട് സഭകൾ അന്ന് കൊലോസ്യയിലുണ്ടായി. മനുഷ്യരാൽ നിർമ്മിതമാകുന്ന ആത്മീയ പ്രസ്ഥാനങ്ങളെയാണ് നമ്മൾ കൾട്ടുകൾ എന്ന് പറയുന്നത്. കൾട്ടുകൾ തിരുവചനമായി അതിന് ബന്ധമില്ല. ഒരുപാട് കൾട്ട് ഗ്രൂപ്പ്, ലോകത്തിലുള്ള എല്ലാ സഭകളുടെയും ഒരു ബ്രാഞ്ചെങ്കിലും കേരളത്തിലുണ്ടായിരിക്കും. നമ്മുടെ ചെറിയ സംസ്ഥാനമാണെങ്കിലും ലോകത്തിൽ ഏതെല്ലാം ക്രൈസ്തവ പ്രസ്ഥാനങ്ങളും സഭകളും ഉണ്ടോ അതിൻ്റെ എല്ലാം ഒരു സഭയെങ്കിലും ഉള്ളൊരു ഭൂപ്രദേശമാണ് നമ്മുടെ കേരളം. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ ഈ അടുത്തിടെ IPCയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് നമുക്കൊരു സർക്കുലർ ഉണ്ടായിരുന്നു. ഊതി വീഴ്ത്തൽ, ഉന്തി വീഴ്ത്തൽ, വിശുദ്ധ ഗുര, വിശുദ്ധ ചുമ, ഇങ്ങനെയുള്ളതായ വേദവിപരീത ഉപദേശങ്ങളുമായി ആരെങ്കിലും സഭയിൽ കടന്നു വന്നാൽ IPCയുടെ ഒരു ലോക്കൽ ചർച്ചിൽ അവരെ പ്രവേശിക്കാൻ പാടില്ല, അത് വചനവിരുദ്ധമാണ്. നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നമുക്ക് വന്ന സർക്കുലറാണ്. ഇങ്ങനെ ധാരാളം വിരുദ്ധമായ ഉപദേശം ഉള്ളതായ ഒരു കാലഘട്ടത്തിലായിരുന്നു അന്നും ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അവരോട് ശക്തമായി ഈ ലേഖനങ്ങളിൽ കൂടി യേശുക്രിസ്തു എന്ന ഒറ്റ വിഷയത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുവാൻ അവരെ ഉത്ബോധിപ്പിക്കുന്നു. സ്വന്തം പ്രിയപ്പെട്ടവരെ, ഇന്നും നമുക്ക് ആവശ്യമായിരിക്കുന്നത് തിരുവചനത്തിന് പുറത്തുള്ള ഒന്നും നമ്മൾ സ്വീകരിക്കില്ല. അതുമായി ആരെങ്കിലും പെന്തക്കോസിൽ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അവർ പെന്തക്കോസിന് പുറത്തു പോയിട്ടുണ്ട്. നമുക്ക് അവരെ വെച്ച് പറപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം ചോദിക്കും, തിരുവചനം ആരാ കൊണ്ടുവന്ന്? നമുക്കറിയത്തില്ലത്. നമ്മളെ കിട്ടിയിരിക്കുന്ന തിരുവചനത്തിൻ്റെ വിരുദ്ധമായിട്ട് വരുന്ന ഒരു ഉപദേശങ്ങളെയും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. ഈ ഉപദേശത്തിൽ അടിസ്ഥാനമിട്ടതുകൊണ്ടാണ് നമ്മളുടെ ക്രിസ്ത്യ ജീവിതം ഇത്രയും വളർന്നത്. സഭയും പ്രസ്ഥാനം അവിടെ നിൽക്കട്ടെ. സ്തോത്രം. ഓരോരുത്തരുടെയും വ്യക്തിപരമായ ക്രിസ്ത്യ ജീവിതം വിശ്വാസത്തിൽ അടിയുറച്ചൊക്കെ പോകാൻ ഇടയായി തീർന്നത് നമ്മൾ തിരുവചനത്തിൽ ഊന്നി നിന്നു എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന പോലെ കർത്താവിൽ പ്രസിദ്ധനായിരുന്ന ബഹുമാനപ്പെട്ട കാനമച്ചൻ, ഞാൻ മിക്കവാറും എൻ്റെ സംസാര വേളകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെടുത്ത് അല്ലെങ്കിൽ 1-2 വാചകങ്ങളിൽ പറയാത്ത ഒരു മെസ്സേജും കാണത്തില്ല. എന്നെ അത്രമാത്രം ആകർഷിച്ച ഒരു ദേവദാസനായിരുന്നു. കേരളത്തിൽ ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച പറഞ്ഞാൽ ധാരാളം പ്രാസംഗികരുണ്ടെങ്കിലും 2 പേരാണ് എൻ്റെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിയത്. ഒന്ന് ബഹുമാനപ്പെട്ട കാനമച്ചനും മറ്റൊന്ന് പാസ്റ്റർ KC ജോൺ. ബാക്കി ആരും എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്നില്ല. 2 അഭിഷേകന്മാരെ ദൈവം കേരളത്തിൽ തന്ന വിലപ്പെട്ട ദൈവത്തിൻ്റെ ദാസന്മാരാണ്. എൻ്റെ ചെറുപ്പം മുതൽ തന്നെ 1967 മുതലാണെന്ന് തോന്നുന്നു അച്ഛൻ പ്രസംഗിക്കാനായി സമുദായം വിട്ടിറങ്ങിയത്. അന്ന് മുതൽ തന്നെ തൻ്റെ ഒരുപാട് മീറ്റിങ്ങുകൾ ഞങ്ങളുടെ ഭവനത്തിലും എൻ്റെ ഫാദറിൻ്റെ ചുമതലയും ഒക്കെ നടത്തുന്നത് കേൾക്കുവാൻ അന്ന് താൻ പ്രസംഗിച്ച വിഷയങ്ങൾ ഇന്നും എൻ്റെ ഹൃദയത്തിലുണ്ട്. 7 വയസ്സെന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? ഡാനിക്ക് എനിക്ക് തോന്നുന്നു 7 വയസ്സാണ്. ഡാനി ടോണി അത്രയും ഉണ്ടെങ്കിലും നമുക്കറിയാൻ പറ്റില്ല. ഈ പിള്ളേരുടെയൊക്കെ മനസ്സിൽ നമ്മുടെ പ്രസംഗങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ പറയുന്നില്ല. സ്തോത്രം.
അത് പരിശുദ്ധാത്മാവ് അങ്ങനെ കൊടുത്ത ദൂതായതുകൊണ്ടാണ് അത് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവുകയാണെങ്കിൽ അത് ഓർമ്മയിൽ നിൽക്കില്ല. അല്ലെങ്കിൽ ദൈവവചനം ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ശക്തി പകരുന്ന ഒരു സ്രോതസ്സാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ആകെ തളർന്നു പോകുമ്പോൾ ഏതോ ദൈവദാസൻ, നമ്മളെ പരിചയമില്ലാത്ത ഒരു ദൈവദാസൻ പ്രസംഗിച്ച ചില പ്രസംഗത്തിന്റെ വാചകങ്ങൾ നമ്മളെ പലപ്പോഴും ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ദൈവവചനത്തിന്റെ പ്രത്യേകത. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ സമുദായക്കാരുടെ പൗലോസിനെ പരിച്ഛേദനക്കാരുടെ ഇടയിലെ അപ്പോസ്തലൻ എന്ന് പറയുന്ന പോലെ, യഹൂദന്മാരുടെ ഇടയിലെ അപ്പോസ്തലൻ എന്ന് പറയുന്ന പോലെ അച്ഛനെ ശക്തമായിട്ട് ദൈവം ഉപയോഗിച്ചത് കേരളത്തിലെ പട്ടത്ത് സഭകൾ അല്ലെങ്കിൽ സാമുദായിക ഉപദേശങ്ങൾക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ അത് ശരിയല്ലെന്ന് സ്ഥാപിക്കുന്നതിൽ താൻ വിജയിച്ചിട്ടുണ്ട്. ആ പ്രസംഗങ്ങൾ കേട്ട് അനേകർ ദൈവകൃപയിലേക്ക് വരുവാനിടയായി. നാളെയാണ് ആ പ്രിയൂണർ നടക്കുന്നത്. ഹല്ലേലൂയ. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനദാസൻ പറഞ്ഞ കുവൈറ്റിലെ നിത്യയിൽ പ്രവേശിച്ച സഹോദരി ബ്ലസ്സി, എൻ്റെ ഫാദറും പ്രിയപ്പെട്ട സാലു പാസ്റ്റർ ഫാദർ, അവർ ഫസ്റ്റ് കസിൻസാണ്. കടമ്പനാട് ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് അവർ താമസിക്കുന്നത്. ഞാൻ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ആ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. സ്തോത്രം. നമ്മൾ വായിച്ച വാക്യം, അല്ലെങ്കിൽ ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവിടെ നിൽക്കട്ടെ. സ്തോത്രം. ആ വാക്യം 4 വരെ വായിച്ച 2 പാർട്ടായി പഠിക്കേണ്ട വിഷയങ്ങളാണ്. ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നമുക്കൊന്ന് പറയാം, നമ്മൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. സ്തോത്രം. റിസൺ വിത്ത് ക്രൈസ്റ്റ്. സ്തോത്രം. എന്താണ് ഉയർത്തെഴുന്നേൽക്കുക? അതൊരു ആലങ്കാരിക ഭാഷയാണ്. നമ്മൾ ആരും മരിച്ചില്ല, ഫിസിക്കൽ ഡെത്ത് നമുക്ക് സംഭവിച്ചിട്ടില്ല, നമ്മളാരും അടക്കപ്പെട്ടില്ല, നമ്മളാരും അക്ഷരികമായി ഉയർത്തെഴുന്നേറ്റില്ല. എന്നാൽ ഇവിടെ പറയുന്നു, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഒരു 4 പാർട്ടായിട്ട് ഈ ഭാഗം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം. ABCDE എന്നുള്ള അങ്ങനെ അക്കമിട്ട് നമ്മൾ പഠിച്ച ഉയർപ്പിന് മുൻപേ എന്തുണ്ടാവണം? അടക്കം ഉണ്ടാകണം. അടക്കത്തിന് മുൻപേ മരണം ഉണ്ടാകണം. മരണത്തിന് മുൻപേ ജീവിതം ഉണ്ടാകണം. ജീവിതത്തിന് മുൻപേ ജനനം ഉണ്ടാകണം. ഈ 4 പ്രോസസ്സ് കഴിഞ്ഞിട്ട് സംഭവിക്കുന്ന കാര്യമാണ് ഉയർപ്പ്. ഹല്ലേലൂയ. നമ്മൾ ചരമപ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ജനനത്തിനും മരണത്തിനും ഈ 3 അക്ഷരങ്ങൾക്കിടയിലുള്ള മറ്റു 3 അക്ഷരമാണ് ജീവിതം. അവിടെ പ്രാസമൊന്നും മരണം വേണ്ടി പറയാനേ പാടില്ല. ആ ദുഃഖത്തിലിരിക്കുമ്പോൾ ചിലർ വന്ന് സാഹിത്യമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വേദനയ്ക്ക് ആശ്വാസമായിട്ടുള്ള ദൂത് പറയാൻ തിരുവചനത്തിൽ ധാരാളമുണ്ട്. എന്നാൽ ചിലർ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ ജനിച്ചു എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഒരു ബയോളജിക്കൽ ബർത്ത് നമ്മുടെ മാതാപിതാക്കളാൽ നമുക്ക് ലഭിച്ചു. അതവിടെ നിൽക്കട്ടെ. അതല്ല ഞാനീ സംസാരിക്കുന്നത്. സ്തോത്രം. നമ്മൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അങ്ങനെയാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനു മുൻപേ നമ്മുടെ അടക്കം നടക്കണം, നമ്മുടെ മരണം നടക്കണം, നമ്മുടെ ജീവിതം ഉണ്ടായിരിക്കണം, നമ്മൾക്ക് ജനനം ഉണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, എത്ര പേർക്ക് ഈ ബോധ്യമുണ്ട്? ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മൾ ഈ ഭാഗം വായിച്ചു വിടുമ്പോൾ ഒരു കാര്യം പഠിച്ചു വേണം മുൻപോട്ട് പോകാൻ. നമ്മൾ വീണ്ടും ജനിച്ചവരാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആ ജീവിതം എന്നുള്ള പാർട്ട് ബി അവിടെ നിൽക്കട്ടെ. ബാക്കി 3 കാര്യങ്ങൾ എടുത്ത് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഒന്നാമത്തെ വിഷയം ജനനമാണ്. സ്തോത്രം. 1 പത്രോസ് 1:5 വാക്യം ഒന്ന് വായിക്കും. 1 പത്രോസ് 1:5. സാംസൺ ഒന്ന് വായിക്കുന്നത്. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ജനിക്കുകയല്ല, നമ്മളെന്ത് ചെയ്യായിരുന്നു? ജനിപ്പിക്കുകയായിരുന്നു. എങ്ങനെ നമ്മളെ ജനിപ്പിച്ചു? കെടുന്ന ബീജത്താലല്ല, കെടാത്ത ദൈവത്തിന്റെ വചനത്താൽ വീണ്ടും ജനിക്കപ്പെട്ടവരാണ് ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കളെല്ലാം.
അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി വീണ്ടും ജനനത്തിനായി ഒരുങ്ങണം. സ്തോത്രം. അപ്പോൾ നമ്മൾ ജനിച്ചു, ഏതോ മാതാപിതാക്കൾക്ക് ജനിച്ച വിഷയമല്ല ഞാനീ പറയുന്നത്. സുവിശേഷവും ദൈവത്തിന്റെ വചനവും നമ്മുടെ കാതുകളിലെത്തിയപ്പോൾ, സ്തോത്രം, നമ്മൾ അതിനുവേണ്ടി സമർപ്പിച്ചു കൊടുത്തപ്പോൾ നമ്മളെ ഒരു പ്രോസസ്സിൽ കൂടി കടത്തിവിട്ട് വീണ്ടും ജനിപ്പിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് നിക്കോദിമോസിനോട് കർത്താവ് പറഞ്ഞത്, വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾക്കേ സ്വർഗരാജ്യം കാണാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ജനനം കൺഫേംഡ് ആണ് എന്നുള്ളത് ഓർത്തുകൊള്ളുക. സ്തോത്രം. ദൈവത്തിന്റെ വചനത്താൽ നാം വീണ്ടും ജനിച്ചിരിക്കുകയാണ്. സ്തോത്രം. ഈ ദിവസങ്ങളിലെല്ലാം കേട്ടുകൊണ്ടിരുന്നത് നമ്മുടെ ഒരു ഉത്തേജനത്തിന്റെ ദൂതുകളാണ്. ഇന്ന് വ്യത്യസ്തമായൊരു ചെറിയൊരു ഭാഗം മാത്രം ഞാൻ പെട്ടെന്ന് സംസാരിച്ചിട്ടിരിക്കാം. നമ്മുടെ മീറ്റിങ്ങിൻ്റെ ഒടുവിൽ വേറൊരു ശുശ്രൂഷയുടെ നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഇരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ജനിച്ചവരാണ്. നമ്മൾ ജനിച്ചവരല്ല, നമ്മളെ ജനിപ്പിക്കുകയായിരുന്നു. എന്താ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. ദൈവത്തിന് നമ്മളോട് കൃപ തോന്നി. സ്തോത്രം. ബാക്കി ഒരു യോഗ്യതയില്ല. അതിൻ്റെ പേരാണ് കൃപ. സ്തോത്രം. മെഫീബോശെത്ത് പറഞ്ഞ പോലെ ചത്ത നായ്ക്കളെ പോലെയുള്ള നമ്മളിൽ പലരെയും, സ്തോത്രം, ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ പല ശ്രേഷ്ഠന്മാരുണ്ടായിട്ടും നമ്മളെയാണ് വീണ്ടും ജനിപ്പിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയത്. അതോർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം. കർത്താവേ, അർഹതയില്ലാത്ത എൻ്റെ മേൽ ചൊരിഞ്ഞ കൃപയ്ക്കായി, ഹല്ലേലൂയ, ആ മറിയുടെ മേൽ ദൈവത്തിന്റെ കൃപ ലഭിച്ചതുപോലെ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപ എൻ്റെ മേൽ ചൊരിഞ്ഞത് കൊണ്ട് എനിക്ക് വീണ്ടും ജനിക്കുവാൻ അവിടുന്ന് എന്നെ ജനിപ്പിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഒരു ജനനം സംഭവിച്ചു കഴിഞ്ഞു. സ്തോത്രം. ഇനിയും അടുത്തത് വേണ്ടത് ജീവിതമാണെങ്കിൽ അതങ്ങോട്ട് മാറ്റിവെക്കുകയാണ് ഞാൻ. അടുത്തതിന് ശേഷം, ഹല്ലേലൂയ, പിന്നെ നടക്കേണ്ടത് മരണമാണ്. കാരണം നമ്മുടെ സബ്ജക്റ്റ് എന്താ? ഉയർത്തെഴുന്നേൽപ്പ്. അപ്പൊ എന്ത് വേണം? മരണം വേണം. ആരും പേടിക്കണ്ട. സോ എല്ലാവർക്കും പേടിയാണ് മരണം എന്ന് പറഞ്ഞാൽ. പ്രസംഗിക്കും ഉദ്ദേശിമാർക്കും എല്ലാവർക്കും അത് അങ്ങനെ ദൈവം വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ് കേട്ടോ. അവനവൻ്റെ റെസിസ്റ്റൻസ്, കൈ പൊള്ളിയാലുടനെ കൈ പിൻവലിക്കുകയും നമ്മുടെ ദേഹരക്ഷയ്ക്ക് ആവശ്യമായ രീതിയിൽ ചെറുത്തുനിൽപ്പൊക്കെ നമ്മൾ ചെയ്യുന്നത് അത് നമുക്ക് വേണ്ടി നമ്മുടെ ബോഡിയിൽ വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ചിലർക്ക് ഇതൊന്നും താങ്ങാൻ വയ്യാത്തതുകൊണ്ട് എന്തെങ്കിലും കാണുമ്പോഴേ അവർ വീഴും. അതൊരു മെക്കാനിസമാണ്. എന്താണെന്നറിയാം, മുന്നോട്ടുള്ള കാര്യങ്ങൾ അവർക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് ബോധം കെട്ട് വേണം നമ്മൾ പറയുന്നത്. പക്ഷെ ശരീരം അത് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനിയും മുന്നോട്ട് കൊണ്ടുപോയി ഇയാളെ കൊണ്ട് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് അവിടെ വെച്ചത് കട്ട് ചെയ്തിട്ട്, സ്തോത്രം, ബാക്കി കാര്യങ്ങളൊന്നും നമ്മളറിയില്ല. ബോധം തെളിയുമ്പോൾ ഞാൻ അച്ഛൻ്റെ വീട്ടിലായിരുന്നു ഇവിടെ എന്ന് നമ്മൾ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രയും നേരം നടന്ന സംഭവങ്ങൾ മൊത്തം നമ്മൾക്ക് മറയപ്പെട്ടു. സ്തോത്രം. അത് ശരീരത്തിന്റെ ഒരു മെക്കാനിസമാണ്. ഈ രണ്ടാമത് നടക്കേണ്ട വിഷയം ഡെത്താണ്, മരണമാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം എന്ന് വായിച്ചു. പാപസംബന്ധമായി മരിച്ചവരായ ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അപ്പൊ പാപത്തിൽ മരിക്കുകയല്ലായിരുന്നു, പിന്നെ പാപസംബന്ധമായി എന്ന് പറഞ്ഞാൽ പാപം ലോകത്തിൽ ധാരാളം ഉണ്ടെങ്കിലും അതെന്നെ ബാധിക്കുന്നില്ല. കാരണം ഞാൻ പാപസംബന്ധമായി മരിച്ചു. കടലിൽ കിടക്കുന്ന കപ്പൽ പോലെ, കപ്പൽ വെള്ളത്തിലാണ് കിടക്കുന്നതെങ്കിലും അതിനകത്ത് വെള്ളം കയറിയാൽ അത് മുങ്ങും. അതുപോലെ നമ്മൾ ഈ പാപമംഗലമായ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും പാപം നമ്മുടെ ഉള്ളിൽ കയറുവാൻ പാടില്ല, പ്രവേശിപ്പിക്കരുത്. സ്തോത്രം. പാപം നമ്മുടെ എവിടെ കിടക്കുക? നമ്മുടെ വാതിക്കൽ കിടക്കുന്നു. നീ അതിനെ ജയിക്കണം, കീഴടക്കണം. സ്തോത്രം. അതിന്റെ പേരാണ് ഫൈറ്റിങ്. പാപത്തെ എബ്രായത്തിൽ പറയുന്നത് പാപത്തോട് അവർ കംപ്ലൈന്റ് ആയിട്ടാണ് പറയുന്നത്. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. അപ്പം പൗലോസ് രേഖൻ അവരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം തന്നെ എന്ത് വേണം? എതിർത്ത് നിൽക്കണം. സ്തോത്രം. ഇത് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ് കേട്ടോ. ജീവിതം നടക്കുക.
അതിജീവനത്തിൻ്റെയും ഉപജീവനത്തിൻ്റെയും ഒക്കെ സമരം നടക്കുന്ന പോലെ ഒരു ദൈവനെ സംബന്ധിച്ച് പ്രിയപ്പെട്ടവരെ അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെ സമരം ചെയ്യുന്നത് പോലെ നമുക്കുള്ള സമരം എന്ന് സന്ധിയില്ലാത്ത സമരം എന്ന് പറയുന്നത് പാപത്തോടാണ്. കാരണം ലോകത്തിന്റെ ആകർഷണം, ഹല്ലേലൂയ, പാപത്തിന്റെ ആകർഷണം നമ്മളെ അങ്ങോട്ട് മാടി വിളിക്കുമ്പോൾ അതിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കൃപയും അല്ലെങ്കിൽ അതിന്റെ ശക്തിയും ദൈവകൃപയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പാപത്തോട് പോരാടി നിൽക്കാൻ പറ്റത്തുള്ളൂ. പോരാടിക്കൊണ്ടാണ് പൗലോസ് അധ്വാനിച്ചത്. അപ്പോൾ പാപസംബന്ധമായി നമ്മൾ എന്ത് ചെയ്തു? മരിച്ചു. ആ വാക്യം ഒന്നുകൂടെ വായിച്ച്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ജനനം നടന്നു, ഇവിടെ എന്ത് നടന്നു? മരണം നടന്നു. പാപസംബന്ധമായിട്ട് നമ്മൾ മരിച്ചു. സ്തോത്രം. ഇതൊക്കെ ഒത്തിരി കേട്ടതാണെങ്കിലും ഒന്നുകൂടെ കേൾക്കുന്നത് നല്ലതാണ്. ലോകത്തിൽ പാപം ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പാവം നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെയുണ്ട്. ഈ അന്തരീക്ഷം മുഴുവൻ പാവം നിറഞ്ഞു നിൽക്കുക. ഒരു ചെറിയ എക്യുപ്മെന്റ് കയ്യിലുണ്ടെങ്കിൽ എന്തായി? നമ്മുടെ വിരൽത്തുമ്പിൽ കൂടി നമ്മുടെ മൈൻഡിലേക്ക് പാവം പ്രവേശിക്കാനുള്ള സോഴ്സായി. അടുത്ത തലമുറയൊക്കെ എങ്ങനെ ആയിത്തീരും എന്നെനിക്കറിയില്ല. സ്തോത്രം. ഞാൻ ഈയിടെ ഇതിനകത്തുനിന്ന് തന്നെ ഒരു കാര്യം പഠിക്കുന്നതിനിടയായി. 1980കളിൽ വയറും ടെലിഫോണും ഒക്കെ ഉള്ള ഒരു പടം കണ്ടു. സ്തോത്രം. 2000 ആയപ്പോഴത്തേന് ഇത്രയും നീളമുള്ള മൊബൈൽ കണ്ടു. 2020 ആയപ്പോഴത്തേന് ഇതുപോലുള്ള മൊബൈൽ കണ്ടു. ഒരു 5 വർഷം കൂടെ കഴിയുമ്പോൾ അയാൾ വരിച്ചത് എങ്ങനെയാണെന്നറിയാം? നമ്മുടെ കൈവെള്ളക്കകത്ത് ഡയൽ ചെയ്യുന്ന സാധനം ഈ വെള്ളക്കകത്ത് വരുമെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അറിയത്തില്ല എങ്ങനെ നടക്കും. ഇങ്ങനൊരു സാധനം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചാണ്. കത്തെഴുതി ഊപ്പാട് വന്നവരാ ഞങ്ങളല്ല. അതും കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ. ഇപ്പൊ കത്തുണ്ടോ? ഇല്ല. ഇതിനകത്തൂടെ തന്നെ ചീത്ത വിളിച്ചു വിടുന്നവരെ ഞാൻ കണ്ടു. ഇതിനകത്തൂടെ അങ്ങോട്ട് അയക്കുന്നു, തിരിച്ച് അതേപോലുള്ള ചീത്ത ഇങ്ങോട്ടും വീഴും. എനിക്ക് ഭയങ്കരമായി ചിരി വന്നു. അവൻ അങ്ങോട്ട് മാറി എന്നാ പറയുന്നത്. മലയാളത്തിലെ ചീത്ത അത് പറയാൻ പറ്റില്ല. പാപം അതിൻ്റെ എക്യുപ്മെന്റ് മൊത്തം ഇവിടെ ഇരിക്കുക. നമ്മുടെ കയ്യിലും പോക്കറ്റ്. ഇതിലും ചെറുതാണ്. ലൈറ്റ് ഇൻ വെയിറ്റ്, ലൈറ്റ് ഇൻ ഷേപ്പ്. അവരാണെന്നല്ല എല്ലാവർക്കും ഇഷ്ടം. സോഫ അത്ര സാധനം. അപ്പം അതൊരു ഒരു 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 ഫൈറ്റിംഗ് ആണ്. പാപസംബന്ധമായി നാം ഇവിടെ ചോദിക്കുന്നത്, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? സ്തോത്രം. അപ്പോൾ നമ്മൾ ജനിച്ചു, നമ്മൾ മരിച്ചു. അത് പാപസംബന്ധമായിട്ടായിരുന്നു, ഫിസിക്കൽ ബോഡി അല്ലായിരുന്നു. പാപസംബന്ധമായി മരിച്ചു. അത് ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നവരും മാത്രമേ സാധിക്കത്തുള്ളൂ. ഇനി അടുത്തത് നമ്മുടെ അടക്കമാണ്. സ്തോത്രം. അടുത്ത 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ തന്നെയാണ് ഒന്ന് വായിച്ച്. അങ്ങനെ നാം അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. സ്നാനത്തിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ എല്ലാവരും കേൾക്കുന്നു, അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പോൾ നമ്മൾ വീണ്ടും ജനിച്ചിരുന്നു. നമ്മൾ പാപസംബന്ധമായി മരിച്ചു. നമ്മൾ സ്നാനപ്പെട്ടപ്പോൾ നമ്മൾ അടക്കപ്പെട്ടു. ഇനി എന്താണ്? ഇനി അടുത്താണ് ഉയർത്തെഴുന്നേൽപ്പ്. അതാണ് ഇവിടെ പറയുന്നത്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പ്. അടക്കത്തിനെ പറ്റിയൊക്കെ ഉള്ള ചില വാക്കുകളൊക്കെ ഭയങ്കര ചിന്തനീയമാണ്. ശവ സംസ്കാരം എന്നാണ് പറയുന്നത്. എന്താണ് സംസ്കാരം? പണ്ട് കെ എബ്രഹാം പ്രസംഗിച്ച ഒരു പ്രസംഗം 80കളിലാണെന്ന് തോന്നുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പ്രസംഗിച്ചത് തേയില സംസ്കരിക്കും. തേയിലയല്ല സംസ്കരിക്കുന്നത്. അതിൻ്റെ ലീഫ് വെട്ടി, അയാളെ കുമിളക്കാരനായിരുന്നല്ലോ, അപ്പോൾ അവിടെ നിന്നുള്ള തേയിലയുടെ ഇല വെട്ടിയിട്ട് ഇത് ഫാക്ടറിയിൽ കൊണ്ടുപോയി സംസ്കരണശാല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇല എന്ത് ചെയ്യുന്നു? ഒരു പുതിയ പ്രൊഡക്റ്റ് ആക്കി
കൊണ്ടുവരുവാൻ ഒരുപാട് പ്രോസസ്സ് എടുക്കുന്നതിൻ്റെ പേരാണ് സംസ്കാരം. ഈ ശവത്തെ എന്ത് ചെയ്യാന്നറിയാമോ? സംസ്കരിക്കുക. എന്തിനാണ്? സ്തോത്രം, ഹല്ലേലൂയ. ഒരു പുതിയ പ്രൊഡക്റ്റായി പുറത്ത് അങ്ങനെ കിട്ടിയ പേരാ അതിന് കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ പാപസംബന്ധമായി നാം മരിച്ചു. റോമയിൽ ചിലര് വീണ്ടും അതിൽ ജീവിച്ചിരുന്നു. അപ്പൊ ചോദിക്കുകയാണ്, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? പ്ലസ് അഡീഷണലി ക്രിസ്തുവിനോട് ചേരുവാൻ അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന അവന്റെ മരണത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ആ സ്നാനത്തിൽ അവനോടുകൂടി ബുറിയലായി കുഴിച്ചിടപ്പെട്ടു. അടുത്തതാണ് ഉയർത്തെഴുന്നേൽപ്പ്. പുസ്തകം ആ വാക്യത്തിൽ ഇതിനിടയ്ക്കൊരു കാര്യമുണ്ട്. ഇതിനിടയ്ക്കുള്ളതാണ് ജീവിതം. ജീവിക്കുന്ന എവിടെ? നമ്മൾ വീണ്ടും ജന്മം പ്രാപിച്ചെങ്കിലും പാപസംബന്ധമായി മരിച്ചെങ്കിലും നമ്മൾ അടക്കപ്പെട്ടെങ്കിലും ജീവിക്കുന്നത് ഈ ലോകത്തിൽ തന്നെ. അതൊരു ഫൈറ്റിംഗ് ആണ്. സ്തോത്രം. ലോകത്തിൽ എല്ലാവർക്കും സുഹൃത്തുക്കളായിരിക്കും, ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കൾ എപ്പോഴും ഒരു ബാറ്റിൽ ഫീൽഡിലാണ്, ഒരു യുദ്ധക്കളത്തിലാണെന്നുള്ള വിവരം എല്ലാ ദൈവമക്കളും അറിഞ്ഞിരിക്കണം. ആരോടാണ് നമുക്ക് യുദ്ധം? നമുക്ക് പോരാട്ടമുണ്ട്, ഇല്ലേ? ഒരു അന്ധകാര ശക്തി, ഒരു അദൃശ്യ ശക്തി. നമ്മളൊരു ദോഷം ആർക്കും ചെയ്തിട്ടില്ല. കഴിവതും ഉപകാരങ്ങൾ ചെയ്ത് വളരെ ശാന്തമായി ജീവിക്കുവാണെങ്കിലും നമ്മളെ വിശ്വാസത്തിൽ നിന്ന് തള്ളിയിടുവാനുള്ള ഒരു ഫൈറ്റിംഗ് എപ്പോഴും ഉണ്ടെന്നുള്ളത് ഓർത്തോണം. അതെല്ലാ വിശുദ്ധന്മാർക്കും ഉണ്ടായിരുന്നു കേട്ടോ. പലവിധമായ കഷ്ടങ്ങൾ, ശോധനകൾ. സ്തോത്രം. ദൈവത്തെ തള്ളിപ്പറയുവാൻ, അതോ ഇനി ഈ ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, ഈ ജീവിതത്തിൽ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ, ശുശ്രൂഷയിൽ നിൽക്കാൻ സാധിക്കുമോ എന്നൊക്കെ തോന്നുമാറുള്ള വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതിനെല്ലാം അതിജീവിച്ചു വരാൻ നമ്മൾ ഒന്ന് ഓർത്ത് നോക്കി. പിന്നിട്ട പ്രശ്നങ്ങളൊക്കെ സാമ്പത്തിക ഒരു ഗുരുതരമായ പ്രശ്നമാണ്. ദാരിദ്ര്യം. പണ്ടത്തെ നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം എന്താ? ദാരിദ്ര്യം. ദാരിദ്ര്യം കൂടി സഭ വിട്ടു പോയവരുണ്ട്. കത്തോലിക്ക് ചോളം കൊടുക്കുന്നു, എണ്ണ കൊടുക്കുന്നു കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോയ ഫാമിലികളെ എനിക്കറിയാം. അവരോടൊപ്പം ഇറങ്ങിയ ചില മാതാപിതാക്കൾ എന്ത് വന്നാലും, പട്ടിണി കിടന്ന് ചാകേണ്ടി വന്നാലും ഏതായാലും വിട്ടതിലേക്കില്ല എന്ന് പറഞ്ഞ് പിടിച്ചു നിന്നു. 2 കുടുംബങ്ങളെയും വളർച്ചയും തളർച്ചയും നേരിൽ ഞാൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, അന്ന് ഫൈറ്റ് ചെയ്ത് നിന്നവർ ലോകത്തിൽ ദൈവം അവരെ ഒരുപാട് മാനിച്ചു. താൽക്കാലികമായി വിശപ്പടക്കുവാനായി മടങ്ങിപ്പോയവർ ഇന്നും ഒരു ഗതി കിട്ടാതെ നടയുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ്. കാരണം ഈ ഫൈറ്റിങ്ങിൽ അവർ തോറ്റുപോയി. ശത്രു അവരെ പൂർണ്ണമായി കീഴ്പ്പെടുത്തി കഴിഞ്ഞു. ഉപേക്ഷിച്ചു പോയതിനെ എല്ലാം തിരികെ എടുത്തു. നോക്കി, ഇതൊരു കമ്മിറ്റ്മെന്റ് ആണ്. നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ, നമ്മൾ സ്നാനപ്പെടുമ്പോൾ, അല്ല ഏതോ ഒരു സ്നാന ശുശ്രൂഷയിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ പ്രിയപ്പെട്ടവരെ, കർത്താവുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ്, ഒരു സിഗ്നേച്ചർ കൊടുക്കുന്ന ഒരു വാലിഡ് ഡോക്യുമെന്റ് ആണ്. അതുപോലെയാണ് നമ്മുടെ സ്നാനം, നമ്മുടെ അടക്കം, നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പൊക്കെ. സ്തോത്രം. പെട്ടെന്ന് ആക്ഷൻ എടുക്കാനൊന്നും ആരുമില്ല കേട്ടോ. ഒരുത്തൻ സ്നാനപ്പെട്ടു, തിരിച്ചങ്ങ് ദൈവകൃപയെന്ന് പോയി. ആർക്കും നമുക്കെന്തോ ഉപദേശമാർക്ക് തള്ളാൻ പറ്റുമോ? ഇനി ബന്ധുക്കോസുകാരെ കണ്ട് ചീത്ത വിളിക്കാനും പറ്റത്തില്ലല്ലോ. അല്ലെ, താൻ എന്തിനാണോ തിരിച്ചു പോയെന്ന് ചോദിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അത് വലിയ മിടുക്കായിട്ടൊന്നും ആരും വിചാരിക്കണ്ട. ഹീ ഈസ് ബ്രേക്കിംഗ് ദ കവനന്റ്, അല്ലെങ്കിൽ ആ എഗ്രിമെന്റ് ദൈവമായിട്ടുള്ളതിനെ ബ്രേക്ക് ചെയ്യുക. ആ എഗ്രിമെന്റ് ഇപ്പുറത്തെ സൈഡിൽ സൈൻ ചെയ്ത ആരാന്നറിയാമോ? യേശുക്രിസ്തു. അപ്പൊ ഒരു സൈഡിൽ സൈൻ ചെയ്തവൻ ബ്രേക്ക് ചെയ്താൽ ഇപ്പുറത്തെ അതിനാ എഗ്രിമെന്റ്. പ്രശ്നം വരുമ്പോഴേ ഉള്ള എഗ്രിമെന്റ് വാലിഡിറ്റി, കോൺട്രാക്ടിന്റെ വാലിഡിറ്റി. എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോഴാണ് കോൺട്രാക്ട് വാലിഡ് ആകുന്നത്. അത് വെച്ചാണ് നമ്മൾ എവിടെ പോകുന്നത്? കോർട്ടിൽ പോകുന്നത്. അല്ലെങ്കിൽ കോൺട്രാക്ട് വേണ്ട. എന്തിന്?
നമ്മൾ എന്നും രാവിലെ നമ്മുടെ കോൺട്രാക്ട് നോക്കിയതാണ് ഓഫീസിൽ പോകുന്നത്. കോൺട്രാക്ട് മുഴുവൻ വായിച്ചു നോക്കാതെ തന്നെ നമ്മൾ സൈൻ ചെയ്യും. എങ്ങനെയൊരു ജോലിക്ക് കയറുക എന്നുള്ളതായിരുന്നു. പിന്നാണ് അപ്രതീക്ഷിതമായിട്ട് നമ്മളെ പിരിച്ചു വിട്ടപ്പോഴാണ് ഇത് തപ്പുന്നത്. എന്താണ് നമ്മൾ തപ്പുന്നത്? ഇതിനകത്ത് എന്തെങ്കിലും കിട്ടാൻ വഴിയുണ്ട്. അവിടെ അണ്ടർലൈൻ ചെയ്തിട്ട് നേരെ പോകുന്ന ഇവിടെ കോർട്ടിലേക്ക് പോവാണ്. കോർട്ടിൽ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്നത് യു ഹാവ് എ കോൺട്രാക്ട്. അത് വായിച്ചിട്ട് ഉടനെ എംപ്ലോയറെ വിളിക്കും. രണ്ടുപേര് സൈൻ ചെയ്തപ്പം രണ്ടുപേരും അതിന് ഉത്തരവാദികളാണ് പ്രിയപ്പെട്ടവരെ. അതുപോലെ ഒരു ഇൻവിസിബിൾ സിഗ്നേച്ചറാണ് നീ സ്നാനത്തിൽ കൂടി ദൈവത്തോട് ചെയ്യുന്നത്. വളരെ ലളിതമായ ശുശ്രൂഷയാണ്. പാവപ്പെട്ടവരായ ദൈവത്തിന്റെ ദാസന്മാർ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് വെള്ളത്തിലിറങ്ങി ഏതോ ഒരു പാവപ്പെട്ട ദൈവദാസനായിരിക്കും. ഹല്ലേലൂയ. എന്നാൽ ആ ശുശ്രൂഷയ്ക്ക് ഒത്തിരി അർത്ഥമുണ്ട്. നീ കർത്താവിനോടുകൂടി അടക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. ഒരു പുതിയ ജീവിതത്തിനായി കർത്താവിനോട് ചേരുവാൻ ഉള്ളതായ ഒരു ഇൻവിസിബിൾ സിഗ്നേച്ചർ അവിടെ ചെയ്യും. അതുപോലെയാണ് വിവാഹവും. ഞാനൊരിക്കൽ പറഞ്ഞു, പുതിയ തലമുറയ്ക്ക് വിവാഹം ഒരു കുഞ്ഞുങ്ങളിയാണ്. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ എന്താണ്? അപ്പോൾ പേരൻസും അതിനെ സപ്പോർട്ട് ചെയ്യും. മോളെ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ പോരാനാണ് വിട്ടേ. എന്തുമാത്രം ബുദ്ധിമുട്ടി ഇതിനെ കെട്ടിച്ചു വിട്ടേ. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് അതുമായിട്ട് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കണ്ടല്ലോ, അവരെ ഉപദ്രവിക്കാനോ അവർക്ക് വേണ്ടതായ റെസ്പെക്ട് കൊടുക്കാതിരിക്കാനോ ഒന്നല്ല. ഇനി പുരുഷന്മാരുടെ കാര്യമാണെങ്കിൽ അത് തന്നെ. പെന്തക്കോസ്തുകാർ വിവാഹത്തിന് സാക്ഷി നിർത്തുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൈ കൊടുക്കുമ്പോൾ വിശുദ്ധ സഭയെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി ഞാൻ നിന്നോട് ഉഭയസമ്മതം ചെയ്തു കൊള്ളുന്നു. അങ്ങനെ പറയുന്നു. എന്താണ് പറഞ്ഞത്? കഷ്ടത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും സമ്പത്തിലും അനാരോഗ്യത്തിലും മരണം നമ്മളെ ഇരുവരെ വേർതിരിക്കുന്നവരെ വേറൊരു കാര്യം ചിന്തിക്കാനേ ഇല്ല. അതാണ് കമ്മിറ്റ്മെന്റ്. ആ മൂച്ചിനങ്ങ് പറഞ്ഞു പോയതല്ല കേട്ടോ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പറയുമ്പോൾ അവിടെ ഏതോ സെൻട്രൽ പാസ്റ്ററോ റീജിയണൽ പ്രസിഡന്റോ ഒക്കെ ആയിരിക്കും ഇത് പറഞ്ഞതല്ലോ. എന്താ നിങ്ങൾ ഓർക്കണം, വിവാഹിതരായ ഓരോ യുവാക്കളും യുവതികളും ഓർക്കണം, ദാറ്റ് ഈസ് എ കമ്മിറ്റ്മെന്റ് ബിഫോർ ഗോഡ്. ദൈവത്തിൻ്റെ മുൻപിൽ ചെയ്യുന്ന സത്യപ്രതിജ്ഞയാണ്. കുടുംബജീവിതം അത്ര പവിത്രമാണെന്നുള്ളത് ഓർക്കണം. ഹല്ലേലൂയ. ഒരുപാട് ആശിച്ചതുപോലോ പ്രതീക്ഷിച്ചതുപോലോ ഒന്നും ആയിരിക്കില്ല കാര്യങ്ങൾ. ഇപ്പോഴത്തെ പിള്ളേരുടെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് 1 വർഷമെങ്കിലും ഞാൻ കെട്ടാൻ പോകുന്ന ആളുമായിട്ട് എന്ത് വേണം? ചാറ്റ് ചെയ്യണം. എനിക്ക് അറിയണം ആളങ്ങനെ ഉണ്ടെന്ന്. 1 അല്ല 10 കൊല്ലം ചെയ്യാതെ നിനക്ക് അവനെ അറിയാൻ പറ്റത്തില്ല. കാരണം അത് വേറൊരു തലമാണ്. ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ 1 മാസത്തിനകം അറിയാം. ഒറ്റ മാസത്തിനകം അറിയാം ഈ പുള്ളി എങ്ങനെ ഉണ്ടെന്ന്. തിരിച്ചും നമുക്കറിയാൻ പറ്റും. ഇവിടെ കണ്ട പോലൊന്നുമല്ല, ചാറ്റ് ചെയ്ത പോലുള്ള സ്വീറ്റ്നെസ് ഒന്നും ഇതിനകത്തില്ല. അതാണ് ജീവിതം, അതാണ് ലൈഫ്. അതിനോടാണ് നമ്മൾ പൊരുത്തപ്പെട്ടു പോകേണ്ടത്. അതിനു വേണ്ടിയതാണ് ദൈവകൃപ. സ്തോത്രം. കാരണം ഹല്ലേലൂയ, അതല്ലെങ്കിൽ ഒത്തിരി നാളിങ്ങനെ അമേരിക്കയിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകും. കുറച്ചുകൂടെ ഞങ്ങൾ ഒന്നിച്ചൊന്ന് താമസിച്ചിട്ട് അതിന് വരെ ഡേറ്റിങ്ങിനൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇയാൾ കൊള്ളാമോ ഇല്ലയോ എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ഇനി അതിന് പോയാൽ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ആളിനെ അറിയാൻ പറ്റുക. അല്ലാതെ ഈ ഒരു കൊല്ലം ആരെങ്കിലും ചാറ്റിങ്ങിൽ ചൂടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് പിന്നെ വീണ്ടും ഉടനെ തന്നെ അവർ തന്നെ ഒന്നിൽ ഈ പാർട്ടി അങ്ങോട്ട് ചെല്ലും അല്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലും സോറി പറഞ്ഞൊക്കെ വീണ്ടും വിടും. ഇതൊരു രസമാണ്. ചാറ്റിംഗ് ഈസ് ഫൺ, ലൈഫ് ഈസ് നോട്ട് ഫൺ. കേട്ടോ സോദരം, ലൈഫ് ഭയങ്കര സീരിയസ് ആണ്. ജീവിതത്തിൻ്റെ പരിവരുത്ത യാഥാർത്ഥ്യങ്ങളോട് ഏറ്റുമുട്ടുമ്പോൾ ഹല്ലേലൂയ, മാരേജ് ആ കപ്പിൾ സ്റ്റാറ്റസ് കഴിഞ്ഞിട്ട് ആ പേരൻറ് സ്റ്റാറ്റസിലേക്കൊക്കെ വരും. ആ സഹോദരി ശരീരത്തിൽ ബലഹീനയാകുന്ന സമയം, ടെൻഷൻ, പിന്നെ കുഞ്ഞുണ്ടാകുന്ന സമയം, ഇതിനൊരു ദിവസവും സുഖം കാണത്തില്ല. രാത്രി ഉറങ്ങാൻ പറ്റാത്ത അപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ച ആ ഭയങ്കര സ്വപ്നം കണ്ടൊന്നുമല്ല ഈ ജീവിതത്തിലുള്ളത്. എന്നാൽ ഇതിനിടയിൽ നമുക്ക് ജീവിപ്പാൻ പ്രചോദനമായി തീരുന്നത്
നമ്മുടെ ആരാധനയാണ്, നമ്മുടെ വചനധ്യാനമാണ്. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയാണെന്നുള്ളത് ഓർത്തോണം. ഹല്ലേലൂയ. എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ നമുക്ക് കഴിയുന്നത് സ്തോത്രം ദൈവത്തിൻ്റെ വചനവും ഹല്ലേലൂയ ആരാധനയും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. പല കുടുംബങ്ങളും തകർന്നു പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അഭിപ്രായത്തിൽ കാനാച്ചൻ്റെ ഒരു കാസറ്റിയുടെ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് കുറേ കാസറ്റ് പല പത്രക്കാരും വന്ന് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ കുടുംബത്തെ പറ്റിയൊക്കെ ആദ്യമായിട്ട് പുള്ളി പറയുന്നത് ഞാൻ ആദ്യം കേട്ടാണ്. പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, അഭിപ്രായ വ്യത്യാസമാകാം, ഭാര്യയും ഭർത്താവിൻ്റെ അഭിപ്രായ വ്യത്യാസമാകാം, അല്ലാ പറ്റത്തില്ല. പക്ഷെ അത് കലഹമാകരുത്. നല്ലൊരാശയമല്ല. അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത കുടുംബമുണ്ടോ? അതെന്തൊരു കുടുംബമാണ്? അതൊരു ബോറ് കുടുംബമായിരിക്കും. അഭിപ്രായം പറയണം, വ്യത്യാസം പറയണം, അങ്ങനെയല്ലേ നമ്മളൊരു കൺക്ലൂഷനിലെത്തണ്ടേ. ചിലപ്പോൾ 1-2 ദിവസങ്ങളൊക്കെ പിടിച്ചിരിക്കും കൺക്ലൂഷനിലെത്താൻ, കുഴപ്പമില്ല. അവിടെ വന്നിട്ട് നമ്മളെ പഠിപ്പിച്ചത് ഹല്ലേലൂയ, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാവണ്ണം എപ്പോഴാണ് കീഴടങ്ങുന്നത്? തർക്കമുണ്ടാകുമ്പോഴാണ് ഈ വാക്യത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്. വെൻ ആർഗ്യുമെന്റ് കം, അവിടെയാണ് സബ്മിഷന്റെ പ്രസക്തി. അവിടെ തോറ്റു കൊടുക്കലല്ല, അതൊരു സമാധാനപരമായ ജീവിതത്തിനുള്ളതായ സമർപ്പണമാണ്. അതാണ് നമ്മൾ അന്നെടുത്തത് എന്നാണ്. സ്തോത്രം. ആ വേദിയിലെടുത്തത് കേട്ടോ. സ്തോത്രം. ഞാനത് പറയാൻ വന്നതല്ലെങ്കിലും സന്ദർഭവശാൽ അത്ര. അപ്പൊ ജീവിതം ആരംഭിക്കുക. സ്തോത്രം. ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചത് ജനനവും മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പൊക്കെ നമ്മൾ ചിന്തിച്ചു. ഇതിനിടയ്ക്കുള്ള അതിപ്രധാനമായ വിഷയമാണ് ജീവിതം. ജീവിതത്തെ പറ്റി 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറഞ്ഞിരിക്കുന്നു. നിങ്ങളെ വായിച്ചു. സ്തോത്രം. ക്രിസ്തുവിനോട് കൂടെ എങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കും. ഇതാണ് ജീവിതം. ഉയരത്തിലുള്ളത് അന്വേഷിച്ചുകൊണ്ടുള്ള ജീവിതം. ഇത് വലിയ ബുദ്ധിമുട്ടാണെന്ന് എല്ലാവരും പറയാം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഉയരത്തിലുള്ളത് അന്വേഷിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കും? സ്തോത്രം. അതുകൊണ്ട് ചിലർ വിവാഹം കഴിക്കാതെ, ചില സഭകൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. വിവാഹം കഴിക്കാതെ, കുടുംബം ഉണ്ടാകാതെ, കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകാതെ അങ്ങനെ പഠിപ്പിച്ച സഭകളൊക്കെ ഇപ്പോൾ വിഷമിക്കുക. ഉപദേശിമാർക്ക് വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുക. കാരണം പിള്ളേരില്ല. പിന്നെങ്ങനെ? ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് ഒന്ന് 3 ഉപദേശിമാരുണ്ട്. അവിടെ പിള്ളേരില്ലായിരുന്നു 3 ഉപദേശിമാരുണ്ടാവുമായിരുന്നു. എൻ്റെ മാതാപിതാക്കൾക്ക് 6 കുഞ്ഞുങ്ങളുണ്ട്. അതിൽ 3 പേരും കർത്താവിൻ്റെ പേര്. ഇപ്പം ഹല്ലേലൂയ അങ്ങനെ പഠിപ്പിച്ച സഭകളൊക്കെ ഇപ്പം ഇല്ല. ഉപദേശിമാരെ കിട്ടാനില്ല. അപ്പം അത് വേദവിരുദ്ധമാണ്, വിരുദ്ധമായൊരു ഉപദേശമാണ്. അതിനെ ഒരു കൾട്ടെന്ന് ഞാൻ പറയുന്നില്ല. വേദത്തിലില്ലാത്ത അല്ലെങ്കിൽ തിരുവചനത്തിലില്ലാത്ത ഒരു കാര്യം ഒരാൾക്ക് കിട്ടിയ ഒരു ദർശനത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കണം പാടില്ല. തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, കുടുംബമായി ജീവിച്ചുകൊണ്ട് കർത്താവിന്റെ പേര് ചെയ്ത ഭൂമിയിലെ ആദ്യത്തെ മഹാപുരോഹിതന് കുടുംബമുള്ളവനായിരുന്നു. ആരാ? അഹരോന്. അഹരോന് പകരം അഭിഷേകം ചെയ്ത ആരെയാ? തന്റെ പുത്രന്മാരെയാണ്. സ്തോത്രം. മോശയ്ക്ക് കുടുംബം ഉണ്ടായിരുന്നു, പത്രോസിന് കുടുംബം ഉണ്ടായിരുന്നു. ഇങ്ങനെ അപ്പൊ ചോദിക്കും പൗലോസിന് കുടുംബം ഉണ്ടായിരുന്നു എന്ന്. പൗലോസിനുണ്ടോന്ന് നമുക്കറിയത്തില്ല, അതിനൊന്നും ഒരു വ്യക്തമായ രേഖയില്ല. കുടുംബജീവിതം ആത്മീയ ജീവിതത്തിനോ ശുശ്രൂഷയ്ക്കോ ഒരു തടസ്സമല്ലെന്നുള്ള ഓർത്തോണം. ഭംഗിയായി കുടുംബത്തെ ഭരിക്കുന്നവനാണ് സഭാചാർജിൽ വിജയിച്ചിട്ടുള്ളത്. ഏത് സെക്ഷനാണ് കുടുംബത്തിലില്ലാത്ത? അത് പറ. ക്രമസമാധാനം വഷളാകുന്ന അവസ്ഥയില്ലേ? എഡ്യൂക്കേഷൻ ഇല്ലേ? സ്തോത്രം. ഭക്ഷ്യവകുപ്പില്ലേ? എന്തെല്ലാം പ്രശ്നങ്ങൾ അവിടെ എല്ലാം നമ്മൾ മാനേജ് ചെയ്തിട്ട് മുന്നോട്ട് വരുമ്പോഴാണ്. അതുകൊണ്ടാണ് പൗലോസ് ചോദിച്ചത്, സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കാത്തവൻ ദൈവസഭയെ എങ്ങനെ ഭരിക്കും? സ്തോത്രം. അപ്പൊ കുടുംബം ഒരു പ്രശ്നമാണ് പ്രിയപ്പെട്ടവരെ. കുടുംബജീവിതം നിഷേധിക്കുന്ന ക്രൈസ്തവ സഭകളുണ്ട്. അത് വേദവിരുദ്ധമാണെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ജീവിതം ഇവിടെ ആരംഭിക്കുമ്പോൾ ഇവിടെ പറയുന്ന ഉയരത്തിലുള്ളത് അന്വേഷിപ്പിക്കും, ഭൂമിയിലുള്ളതല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അന്യഗ്രഹ ജീവികളായിട്ട് നമുക്ക് ജീവിക്കാനാണ്. ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിക്കും.
ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പി. സ്തോത്രം. എന്താണെന്നറിയാം എങ്ങനെ എഴുതാൻ കാര്യം? ഈ കൊലോസ്യ ആ നാട്ടില് ആത്മീയം കൂടിയിട്ട് വീട് വിട്ടിറങ്ങി ശരീരത്തെ കണ്ടവനെ ഉപദ്രവിച്ച് ശരീരത്തിന് യാതൊരു പ്രിഫറൻസും കൊടുക്കാതെ, നമ്മുടെ നാട്ടിലുണ്ടല്ലോ, വീട് വിട്ടിറങ്ങി പോയി 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 എവിടെയോ പോയി ഇരുന്ന് ചെതലരിച്ചു പോയെന്നൊക്കെ നമ്മൾ വായിച്ചിട്ടില്ലേ? ഒരുത്തന്നെ നോക്കിയപ്പോൾ ചെതല് മനുഷ്യരൂപത്തിലൊരുത്തും ചെതലരിച്ചു. അതാണ് വാൽമീകി. ചെതല് പുറ്റു തപ്പിയപ്പോഴാണ്, നിങ്ങൾ പുരാണമൊന്നും വായിക്കില്ല. ഇതുപോലെ കൊലോസ്യയിലും ഉണ്ടായിരുന്ന ചില പാർട്ടികൾ മുടി വെട്ടത്തില്ല, നഖം വെട്ടത്തില്ല, കുളിക്കത്തില്ല, മുഴുവൻ ജട പിടിച്ച് വസ്ത്രം അലക്കത്തില്ല. എന്താണെന്നറിയാം? ത്യാഗം. അതിൻ്റെ പേര് ത്യാഗം എന്ന് പറയാം. അതല്ല ത്യാഗം. നിങ്ങളുടെ ശരീരം വളരെ പവിത്രമാണ്. എന്താണ് നമ്മുടെ ശരീരത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ നമുക്കൊരു ജീവിതം, ദൈവം വിലപ്പെട്ട ഒരു ജീവിതം കർത്താവ് തന്നു. ജീവിക്കാൻ നമുക്ക് ആവശ്യമായ നമ്മുടെ ശരീരം തന്നു. അതിനെ വിശുദ്ധിയോടെ സൂക്ഷിക്കുക. അതാണ് ഫൈറ്റിംഗ് എന്ന് പറയുന്നത്. ആ ഫൈറ്റിംഗിൽ വിജയിച്ച ആളാണ് ജോസഫ്. സ്തോത്രം. ഉയരത്തിലുള്ളത് തന്നെ ചിന്തിച്ചുകൊണ്ട് ജീവിച്ച അനേക ഭക്തന്മാർ തിരുവചനത്തിനുണ്ട്. അവർക്ക് ഭൂമിയിലും സ്വത്തുണ്ടായിരുന്നു. അങ്ങനെ ഒരാളായിരുന്നു അബ്രഹാം. സ്തോത്രം. അബ്രഹാമിന്റെ വീട്ടിൽ തന്നെ 318 അഭ്യാസികളുണ്ടായിരുന്നു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ ആളല്ല. ഹിത്യരുടെ ഇടയിൽ അബ്രഹാം ദൈവത്തിന്റെ പ്രഭുവായിരുന്നു. സ്തോത്രം. അബ്രഹാം ബഹു സമ്പന്നനായിരുന്നു എന്നാണ് വായിക്കുന്നത്. എന്നിട്ട് നമ്മൾ വായിക്കുന്നത് എബ്രായ ലേഖനത്തിൽ വരുമ്പോൾ അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ള നഗരത്തിനുമായി കാത്തിരുന്നു. അതിന്റെ പേരാണ് ഉയരത്തിലുള്ള ചിന്തിക്കുക എന്ന് പറയുന്നത്. ഭൂമിയിൽ നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ കിട്ടിയാലും പ്രിയപ്പെട്ടവരെ നിഗളിക്കാതെ ഇതെല്ലാം ദൈവം തന്ന ദാനമാണെന്നും ഇതെല്ലാം ഒരു ദിവസം ഇവിടം കൊണ്ട് അസ്തമിക്കുമെന്നുള്ള ധാരണയോടെ വിശുദ്ധിയോടെ ജീവിക്കുന്നതാണ് പൗലോസോട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിക്കും. സ്തോത്രം. ഉയരത്തിലുള്ളത് ആദ്യം അന്വേഷിപ്പാനാണ് പറഞ്ഞിരിക്കുന്നത്. അന്വേഷിപ്പേ, സീക്ക്. എന്താ അതിൻ്റെ അർത്ഥം? ഉയരത്തിലുള്ളത് അന്വേഷിക്കാൻ പോകണം. ഉയരത്തിലുള്ളത് അന്വേഷിപ്പേ. കർത്താനദാസൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോഴും പറഞ്ഞു. നമ്മൾ പാടിയ പാട്ടിലുണ്ടായിരുന്നു. നമ്മുടെ ഒരു പ്രത്യേക ഗണമാണ് പ്രിയപ്പെട്ടവരെ. ഉയരത്തിലുള്ളതാണ് നമുക്ക് പ്രസക്തമായിട്ടുള്ള കാര്യം. അതാണ് നമ്മളുടെ ജീവിതത്തെ അതിനുവേണ്ടി ഒരുക്കിയാണ് ഈ ഭൂമിയിലെ ജീവിതം. ഹല്ലേലൂയ. ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിക്കും. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിൽ. അടുത്ത വായിച്ചത് അത് വേറൊരു പാർട്ടാണ്. അതിലേക്ക് ഇന്ന് രാത്രി ഞാൻ പ്രവേശിക്കുന്നില്ല. ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ, അന്വേഷിപ്പീൻ. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പാർട്ടാണ് ഈ തലക്കയറാൻ. നമുക്ക് 100 കൂട്ടം പ്രശ്നങ്ങളുമായിട്ട്, ജോലിയില്ല, സാമ്പത്തിക പ്രശ്നമുണ്ട്, കുടുംബത്തിൻ്റെ പ്രശ്നമുണ്ട്, രോഗം ഒരുപാട് ശരീരത്തിലുണ്ട്. ഇതിൻ്റെ എല്ലാം ഇടയിൽ എങ്ങനെയും ഒന്ന് ജീവിച്ചാൽ മതി എന്ന് വിചാരിക്കുമ്പോഴാണ് ഉയരത്തിലുള്ളത് നോക്കാൻ പറയുന്നത്. പണ്ടൊരു തമിഴ്നാട്ടുകാരനോട് ചോദിച്ചാലും അയാൾ പറഞ്ഞതാണ് അതൊക്കെ പാർക്കല എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ കാണാം. ഇപ്പം ഞാനിവിടെ ഒന്ന് ജീവിക്കട്ടെ. അയാൾ തമിഴ്നാട്ടുകാർ മാത്രമല്ല, മലയാളിയുടെ എല്ലാ ഉള്ളിലും ഇത് തന്നെയാണ്. ഇപ്പോഴത്തെ കാര്യം നടക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കില്ല. നമ്മൾ ക്രിസ്തുവിനോട് കൂടെ, ആദ്യത്തെ വാക്യം എന്താ? ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവരാണ്. ആണോ? ആണല്ലോ. നമ്മൾ ക്രിസ്തു നമ്മളെ വീണ്ടും ജനിപ്പിച്ചു. ക്രിസ്തുവിൻ്റെ മരണത്തിൽ നമ്മൾ പങ്കാളിയായി. ക്രിസ്തുവിനോട് കൂടി നമ്മൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് കൊണ്ടാണ് പറഞ്ഞത്. സ്തോത്രം. ഇനി അങ്ങോട്ട് ജീവിതം തുടങ്ങുന്നത് ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ, അന്വേഷിപ്പീൻ. അടുത്ത വാക്യം
ചിന്തിപ്പി. നമ്മുടെ ചിന്തകൾ എന്തൊക്കെയാണ്? എങ്ങനെ ആത്മീയവർദ്ധനം ഉണ്ടാകാം? അതാണ് ഇരിക്കുന്ന ചിന്തയെന്ന് അതിൻ്റെ അടിസ്ഥാനം. ഇതെല്ലാം ഒരു ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞിരിക്കുക കേട്ടോ. അല്ലാതെ ഒരു മനുഷ്യൻ മരിച്ചതോ അല്ലെങ്കിൽ അവനെ അടക്കിയതോ ആയ ഫിസിക്കൽ ഡെത്തിൻ്റെ കാര്യമല്ല. ഇതെല്ലാം ആന്തരികമായി നടന്ന വിഷയങ്ങളാണ്. അപ്പോൾ ഒരു ദൈവവേദനാണെന്ന് പറയുന്നത് ലോകസ്നേഹം അവനിൽ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, അതാണല്ലോ യോഹന്നാൻ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പദ എന്ന് പറഞ്ഞാൽ ജഡമോഹം കൺമോഹവും നമുക്ക് എങ്ങനെയും മാനേജ് ചെയ്യാം. പണ്ട് തണിച്ചാണ്ട് ഞാൻ ചോദിച്ചു, വീട്ടിലെന്താ TV ഇല്ലാത്ത? ന്യൂസൊക്കെ കാണാമല്ലോ. പുള്ളി എന്നോട് പറഞ്ഞാൽ മിക്കവാറും പുള്ളി എന്നോട് പക്ഷേ TV ഉണ്ട്, ന്യൂസ് മാത്രമല്ല വേറെ ചിലതോടെ കണ്ടെന്നിരിക്കും. ശരിയാണ്, ന്യൂസ് മാത്രമായിട്ട് ആരും TV നിർത്താൻ പോകുന്നില്ല. അത് നമുക്ക് എങ്ങനെയും, ഞാൻ പറഞ്ഞ ജഡമോഹം കൺമോഹമൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. പക്ഷേ ജീവനത്തിൻ്റെ പ്രതാപമുണ്ടല്ലോ, തോട്ട് ഓഫ് ലക്ഷറി ലൈഫ്, അതിനെ ആരെയും ചവിട്ടി മെതിക്കുന്നു, ഏതറ്റവും പോകുന്നു. അതല്ല ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന അപ്പനും മകനും ഒന്നും ഉള്ളൊരു ബന്ധമൊന്നുമില്ല. സ്തോത്രം. വീതം ചോദിച്ച് കിട്ടിയില്ലേ തന്റെ തല്ലിക്കൊല്ലുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പറഞ്ഞു വരുമ്പോൾ എല്ലാം നല്ലൊരു ജീവിതം കെട്ടിപ്പടുത്താനായിട്ടാണ് ഈ ആൾക്കാരെ കൊല്ലുന്നത്. പക്ഷെ കൊന്നു കഴിഞ്ഞാൽ ഇവൻ ജീവകാലം മൊത്തം പിന്നെ എവിടെ ജീവിക്കുന്നേ? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഭൂമിയിൽ മറ്റുള്ളവരുടെ ജീവിക്കുന്നുവെങ്കിലും ഒരു വ്യത്യസ്തരായി കാണുവാൻ ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കും. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കാൻ. കാരണം നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ.